ലോക വൃക്ക ദിനമാണ്. എല്ലാ വർഷവും മാർച്ചിലെ 2ാമത്തെ വ്യാഴാഴ്ചയാണ് ലോക വൃക്ക ദിനം ആചരിക്കുന്നത്. സമൂഹത്തിൽ വൃക്കരോഗങ്ങളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. രക്തത്തിൽ നിന്ന് മാലിന്യങ്ങളും അധിക ജലവും നീക്കം ചെയ്ത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക, ചുവന്ന രക്താണുക്കൾ നിർമ്മിക്കാൻ ആവശ്യമായ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുക. ഇതാണ് ശരീരത്തിൽ വൃക്കകളുടെ പ്രവർത്തനം. ഓരോ വൃക്കയിലും രക്തം അരിക്കുന്നതിനും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുമായി 10 ലക്ഷത്തിലധികം നെഫ്രോണുകളാണുള്ളത്. നെഫ്രോണുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ അവ പ്രവർത്തനം നിർത്തുകയും ശേഷിക്കുന്ന ആരോഗ്യമുള്ള നെഫ്രോണുകളിൽ അധിക സമ്മർദ്ദം ഉണ്ടാകുകയും ചെയ്യുന്നു. ലോക ജനസംഖ്യയുടെ 10 ലക്ഷത്തിലധികം പേരെ വൃക്കരോഗം ബാധിക്കുന്നുണ്ട്. പക്ഷെ ആദ്യഘട്ടത്തിൽ ലക്ഷണങ്ങൾ പ്രകടമാകില്ല. രോഗനിർണയം നേരത്തെ നടത്തുകയും ചികിത്സ ആരംഭിക്കുകയും ചെയ്താൽ രോഗം അധികരിക്കുന്നത് തടയാനാകും. പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, ഹൃദയ സംബന്ധിയായ അസുഖങ്ങൾ, പൊണ്ണത്തടി എന്നിവയെല്ലാം വൃക്കരോഗത്തിന് കാരണമാകുന്നു. സമീകൃത ആഹാരം, പതിവ് വ്യായാമം, ആവശ്യമായ ജലപാനം എന്നിവ ശീലിച്ചാൽ തന്നെ വൃക്കരോഗങ്ങൾ തടയാനാകും. താങ്കളുടെ വൃക്കകൾ ശരിയായി പ്രവർത്തിക്കുന്നുവോ? രോഗം നേരത്തെ തിരിച്ചറിയുക, വൃക്കയുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നതാണ് ഈ ലോക വൃക്ക ദിനത്തിലെ സന്ദേശം. റിസർച്ച് ഡെസ്ക് 24. താങ്കളുടെ വൃക്കകൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ? താങ്കളുടെ വിശ്വാസം. അപ്പൊ ഇടയ്ക്കൊക്കെ നമ്മൾ അത് പരിശോധിക്കണം എന്ന് തന്നെയാണ്. ഈ ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷനും ഒക്കെ വരുന്ന ആൾക്കാർ വൃക്കയുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തണമെന്നാണ് പറയുന്നത്.